നമസ്കാരം. കല അതിപ്പോൾ പാട്ടോ നൃത്തമോ എന്തു തന്നെയായാലും ദൈവത്തിന്റെ അനുഗ്രഹമാണ്. എല്ലാവർക്കും ഈ കഴിവ് ലഭിക്കണമെന്നില്ല. എന്നാൽ ചില കുട്ടികൾ അവരുടെ അസാധ്യമായ കഴിവുകൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും നാം അത്തരം കൊച്ചു പ്രതിഭകളുടെ പ്രകടനങ്ങൾ കാണാറുമുണ്ട്. അതുപോലൊരു കലാകാരിയാണ് 6 വയസ്സുകാരി അനിക. ഈ കൊച്ചുമിടുക്കി ഭരതനാട്യത്തിൽ ഇതിനകം തന്നെ നിരവധി ദേശീയ അന്തർദേശീയ റെക്കോർഡുകൾ സ്വന്തമാക്കി. നൃത്തത്തോടുള്ള അമിതമായ സ്നേഹവും അർപ്പണബോധവും ഈ കൊച്ചുമിടുക്കിയെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നു. അനികയുടെ കാലുകൾ നിലത്ത് ഉറയ്ക്കുന്നതിന് മുൻപേ തന്നെ അവളുടെ മനസ്സിൽ താളവും ചലനങ്ങളും നിറഞ്ഞു. ഭരതനാട്യത്തിന്റെ സങ്കീർണമായ ചുവടുകളും ഭാവങ്ങളും അതിമനോഹരമായി അവതരിപ്പിക്കാൻ ഈ കുഞ്ഞു കലാകാരിക്ക് സാധിക്കുന്നു. അടുത്തിടെ നടന്ന ഒരു നൃത്തവേദിയിൽ അനിക അവതരിപ്പിച്ച പ്രകടനം ദേശീയതലത്തിൽ ശ്രദ്ധേയമായി. അതൊരു വലിയ അംഗീകാരമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ലഭിച്ച ഈ നേട്ടങ്ങൾ അനികയുടെ നൃത്തയാത്രയിലെ ചെറിയ ചുവടുവെപ്പുകൾ മാത്രമാണ്. വെറും 6.5 വയസ്സിലാണ് ഈ മിടുക്കി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 35 മിനിറ്റ് തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയത്. ഈ മിടുക്കിയെ കുറിച്ച് പറയുകയാണ് തത്തുമ്മയുടെ ക്യാമറമാൻ RS അഭിരാമിന്റെ ക്യാമറ കണ്ണുകൾ. അനികയുടെ കലാവാസന നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങിയത് ഏകദേശം ഒരു 2 വയസ്സ് മുതലാണ്. മോൾക്ക് ഇങ്ങനെ ഒരു കലാവാസന ഉണ്ടെന്നുള്ളൊരു നൃത്തവുമായി ബന്ധപ്പെട്ട ഒരു കലാവാസന ഉണ്ടെന്നൊരു തിരിച്ചറിവ് നമുക്ക് തോന്നിയത്. പിന്നെ അതിനെ വൈഫ് ഡാൻസ് ടീച്ചറും കൂടെ ആയതുകൊണ്ട് വൈഫാണ് മോളെ പഠിപ്പിക്കുന്നതും എല്ലാം. അപ്പം നാളിതുവരെയുള്ള ഡാൻസ് ക്ലാസ്സുകളുടെ ആ ഒരു ശ്രേണി പരിശോധിക്കുമ്പോൾ മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുകയും അപ്പോൾ അതിലൂടെ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതൊരു വളരെയധികം സന്തോഷം നിറയുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ മോൾക്ക് ഇങ്ങനൊരു അവസരം ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ 36 മിനിറ്റ് 9 സെക്കൻഡും ദൈർഘ്യത്തിൽ ഒരു മുഴുനീള ഒരു ഭരതനാട്യ കച്ചേരി ചെയ്യുവാനായിട്ടൊരു അവസരം അവർ നൽകുകയും അതിൽ പൂർണ്ണമായിട്ടും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യുകയും ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഇനിയും അതുപോലുള്ള നല്ല നല്ല അവസരങ്ങൾ മോൾക്ക് തേടി വരണം. ഇതൊരു തുടക്കം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മോൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഒരു പാരൻസ് എന്നുള്ള നിലയിൽ ഞങ്ങൾ നേരുകയാണ്.